സന്തോഷം, ഹാപ്പിനെസ് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. സന്തോഷകരമായ ജീവിതം നയിക്കുക എന്നുള്ളത്. പക്ഷെ അത് പേർക്ക് അറിയില്ല എന്താണ് സന്തോഷം, ഒരു ഹാപ്പിനെസ് എങ്ങനെ കണ്ടെത്താം, ഓക്കെ, എങ്ങനെ ഹാപ്പിനെസ് ആയ ജീവിതം നയിക്കാം എന്നതിനെ കുറിച്ച് അധികം ആൾക്കും അറിയില്ല. ഓക്കെ, ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നു ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് സോഫ്റ്റ് സ്കിൽ ട്രെയിനറും സൈക്കോളജിസ്റ്റ് കൗൺസിലറുമായ ഷൗക്കത്ത് സാറാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇതിനെക്കുറിച്ച് ആധികാരികമായി കുറച്ച് കാര്യങ്ങൾ ഷൗക്കത്ത് സാർ പറയുന്നതാണ്. എല്ലാവർക്കും നമ്മുടെ പോയിന്റ് ചാനലിലേക്ക് സ്വാഗതം. സർ, സന്തോഷം, ഹാപ്പിനെസ് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ എന്നാലും അൾട്ടിമേറ്റ് ആയിട്ട് സന്തോഷം എന്ന് പറയുമ്പോൾ അത് എന്താണെന്നുള്ളത് അധികം പേർക്ക് അറിയില്ല. അത് എങ്ങനെ ഫൈൻഡ് ചെയ്യണം എന്നുള്ളത് അധികം പേർക്ക് അറിയില്ല. സാർക്ക് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നമ്മുടെ ഹാപ്പിനെസിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ സന്തോഷത്തോടെ ജീവിക്കണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുക. പലരും ഹാപ്പിനെസിനെ പല രീതിയിലാണ് കാണാറുള്ളത്. പലരും വിചാരിക്കാറുള്ളത് ഒരുപാട് പണം കിട്ടിക്കഴിഞ്ഞാൽ ഹാപ്പി ആകും. ചിലർ പറയാറുണ്ട് എനിക്ക് വലിയ വീട് വെച്ച് കഴിഞ്ഞാൽ ഹാപ്പി ആകും, അല്ലെങ്കിൽ കരിയർ എത്ര ഒരു ഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഹാപ്പി ആകും. അങ്ങനെ പല രീതിയിൽ നമ്മുടെ ഹാപ്പിനെസിനെ പലരും കാണാറുണ്ട്. അതെ അതെ, തീർച്ചയായിട്ടും. പക്ഷെ അതിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ അധികം നമ്മുടെ ഹാപ്പിനെസ് കൊണ്ടുപോയി വെക്കുന്നത് ചില മെറ്റീരിയൽ വസ്തുക്കളുടെ മുകളിലാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുന്നത് വെച്ചാൽ ഇപ്പൊ നമ്മുടെ കുട്ടിക്ക് നമ്മളൊരു ചെറിയ കളിപ്പാട്ടം വാങ്ങി കൊടുക്കാന്ന് വിചാരിക്കും. അപ്പൊ അത് ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഒരാഴ്ച ഭയങ്കര ഹാപ്പി ആയിരിക്കും. ആ കളിപ്പാട്ടം കൊണ്ട് കളിക്കാനൊക്കെ ഹാപ്പി ആയിരിക്കും. ആ ഒരു ആഴ്ച കടന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടിക്ക് ആ ഒരു ഹാപ്പിനെസ് ഉണ്ടാവില്ല. പിന്നെ അവന് ഇത് എങ്ങനെങ്കിലും ഉരി പൊളിച്ച് പാളിസാക്കണമെന്ന് ആ ഒരു ചിന്തയിലേക്ക് മാത്രമേ പോവുകയുള്ളൂ. ഇതിപ്പോ നമ്മുടെ കാര്യത്തിൽ അങ്ങനെ തന്നെ. ഇപ്പൊ നമ്മളൊരു ഐഫോണിന്റെ ഒരു 15 സീരീസ് വാങ്ങും, ഏറ്റവും ലേറ്റസ്റ്റ് 16 വാങ്ങാന്ന് വിചാരിക്കും. ഇത് വാങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും. ഇത് കുറെ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഐഫോൺ 17, 18, 20 ഒക്കെ ഇറക്കുമ്പോൾ നമുക്ക് പിന്നെ ഹാപ്പിനെസ് ഉണ്ടാവില്ല. ഹാപ്പിനെസ് നഷ്ടപ്പെടും. ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ നമുക്ക് പണം കിട്ടുമ്പോഴും ഈ പറഞ്ഞ പോലെ മെറ്റീരിയൽ സാധനം വാങ്ങിക്കുമ്പോഴൊക്കെ നമുക്കൊരു ഹാപ്പിനെസ് കിട്ടുന്നത് സത്യമാണ്. പക്ഷെ ആ ഹാപ്പിനെസ് ഒരിക്കലും ഒരു അൾട്ടിമേറ്റ് ആയിട്ട് എല്ലാ കാലം നിലനിൽക്കുന്ന നമ്മുടെ ജീവിതത്തെ അങ്ങനെ സ്വാധീനിക്കുന്ന രീതിയിലുള്ള ഒരു ഹാപ്പിനെസ് അല്ല നമുക്കപ്പോൾ ലഭിക്കുന്നത് എന്നുള്ളതാണ് നമ്മളവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഒരു ഉദാഹരണം കൂടി പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളൊരു ബസ്സിൽ യാത്ര ചെയ്യാന്ന് വിചാരിക്കാം. യാത്ര ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയുക, നമുക്കറിയാം അവിടെ ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് ഒരാൾ വന്നു, നമ്മുടെ അടുത്ത് വന്നു, നമ്മൾ സീറ്റിൽ ഇരിക്കുകയാണ്. അപ്പൊ നമ്മൾ അയാൾക്ക് വേണ്ടി നമ്മൾ ഇരിക്കുന്ന സീറ്റ് ഒന്ന് ഒഴിഞ്ഞു കൊടുത്ത് അയാൾ നമ്മൾ ആ സീറ്റിൽ പിടിച്ചിരുത്തുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്. യഥാർത്ഥത്തിൽ നമുക്ക് അവിടെ സംഭവിക്കുന്ന ഒരു നഷ്ടമാണ്. നമ്മൾ ഇരുന്ന സീറ്റ് നമുക്ക് അവിടെ നഷ്ടപ്പെടുക ചെയ്യുന്നത്. എന്നാൽ കൂടി നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് നമുക്ക് ഒരുപാട് കാലം നിലനിൽക്കും. എന്നാൽ അതേ ബസ്സിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഗാനം ആസ്വദിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആ ബസ് ഇറങ്ങുന്നത് വരെ അല്ലെങ്കിൽ ആ യാത്ര അവസാനിക്കുന്നത് വരെ ആ ഹാപ്പിനെസ് ഉണ്ടാവുക. എന്നാൽ നമ്മൾ മെറ്റീരിയൽ ആയ വസ്തുക്കൾക്ക് ഒരു ഹാപ്പിനെസ് കൊണ്ടുപോയിരിക്കുന്നതും മെറ്റീരിയൽ അല്ലാത്ത ഒരു ഇതിലേക്ക് നമ്മുടെ ഹാപ്പിനെസ് മാറ്റുമ്പോൾ നമുക്കുള്ള വ്യത്യാസം ഇവിടെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ UN ഒരു ഇൻഡെക്സ് ഇറക്കുന്നുണ്ട്, വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അതിന് അകത്ത് അധികം രാജ്യങ്ങളും നോർട്ടിക്കൽ രാജ്യങ്ങളാണ്, യൂറോപ്യൻ രാജ്യങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. നമ്മുടെ ഏഷ്യൻ രാജ്യം വളരെ കുറവാണ്. അപ്പൊ അതൊക്കെ എന്ത് അടിസ്ഥാനത്തിലാക്കിയാണ് അവർ ചെയ്യുന്നത്? ഇപ്പോൾ UN വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് എന്നാണ് അത് പറയാറുള്ളത്. അത് വർഷത്തിൽ പ്രസിദ്ധീകരിക്കാറുണ്ട്. അപ്പൊ അത് പ്രസിദ്ധീകരിക്കുമ്പോൾ അധികം അതിൽ വരാറുള്ളത് നിങ്ങൾ പറഞ്ഞ പോലെ നോർട്ടിക് രാജ്യങ്ങളാണ്. ഫിൻലാൻഡ്, നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക്, അയർലൻഡ് തുടങ്ങിയ രാജ്യങ്ങളൊക്കെയാണ് അതിൽ തീർച്ചയായിട്ടും. അപ്പൊ അതിൽ പലരും വിചാരിക്കാറുണ്ട് അവർക്കെന്തോ ഭയങ്കര ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് എല്ലാ പ്രാവശ്യവും മുന്നിൽ വരാൻ വിചാരിക്കുന്നത്. ശരിക്കും UN ചെയ്യുന്നത് എന്താ വെച്ചാൽ ഒരു സർവേ നടത്തുകയാണ്. അവിടുത്തെ ആളുകൾക്ക് ഫോൺ ത്രൂ അല്ലെങ്കിൽ നേരിട്ടോ ബന്ധപ്പെട്ട് ചില ക്വസ്റ്റ്യനെയർ കൊടുത്തിട്ട് അവരതിനെ ആൻസർ ചെയ്യുന്ന രീതിയാണ് അതിൽ സ്വീകരിച്ചു വരാറുള്ളത്. ഇത് സംഭവിക്കുന്നത് വെച്ചാൽ ഇതിൽ അവർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെറ്റീരിയൽ ആയ സാധനങ്ങളുടെ അവൈലബിലിറ്റിയാണ് അവർ മെയിൻ ആയിട്ട് ഹാപ്പിനെസ് ആയിട്ട് വെക്കുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അവിടുത്തെ വിദ്യാഭ്യാസം എങ്ങനെയാണ്, ആശുപത്രി സൗകര്യം എങ്ങനെയാണ്, അതുപോലെ അവിടെ സ്കൂൾ മറ്റു കാര്യങ്ങൾ എത്രപോലെ അവൈലബിലിറ്റി ഉണ്ട്, അവിടെ GDP എങ്ങനെയാണ്, അതുപോലെ തന്നെ നമ്മുടെ അഴിമതിയുമായി ബന്ധപ്പെട്ട അവിടെ എങ്ങനെയാണ്, ഇങ്ങനെ തുടങ്ങി നമ്മുടെ മെറ്റീരിയൽ ആയ ഇതൊക്കെ അവിടെ എങ്ങനെ എത്രത്തോളം ലഭിക്കുന്നുണ്ട് ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കുന്നു. അപ്പൊ അവിടെ സ്വാഭാവികമായിട്ട് ചെറിയ രാജ്യങ്ങളാണ്, GDP വളരെ ഹൈ ആണ്. അതുകൊണ്ട് അവർക്ക് നല്ല ആശുപത്രികളുണ്ട്, നല്ല വിദ്യാഭ്യാസ സൗകര്യങ്ങളുണ്ട്, നല്ല റോഡുകളുണ്ട്, വികസനങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ അതൊക്കെ അവർക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ട് അവർ ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ ആത്മഹത്യ കൂടുതൽ കാണുന്നുണ്ട്. പക്ഷെ അവരെന്നെ ഹാപ്പിനെസ് ഇൻഡെക്സിൽ മുൻപിൽ നിൽക്കുന്നുണ്ട്. അതെ, ഞാൻ അതിലേക്ക് വരാം. അപ്പൊ നമ്മുടെ ഇന്ത്യക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതേ ഹാപ്പിനെസ് ഇൻഡെക്സിൽ എത്രയോ പുറകിലാണ് നമ്മുടെ ഇന്ത്യയും മറ്റുള്ള രാജ്യങ്ങളൊക്കെ വരുന്നത്. നമുക്കറിയാം ഇന്ത്യയിലൊക്കെ ഒരുപാട് നമ്മളെ സംബന്ധിച്ച് ഒരുപാട് ജനസംഖ്യയുള്ള രാജ്യമാണ്, നമുക്ക് വികസിത രാജ്യമാണ്. അപ്പൊ അതിൻ്റെതായ കാര്യങ്ങൾ നമുക്ക് ഈ പറഞ്ഞ ആശുപത്രിയിലും അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെതായ അവൈലബിലിറ്റി പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നമ്മൾ തിരിച്ച് നമ്മുടെ പോയിന്റിലേക്ക് വരുമ്പോൾ ഈ രാജ്യങ്ങൾക്ക് ഇത്തരം ഫെസിലിറ്റീസ് ഒക്കെ കൂടുതൽ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അവരെപ്പോഴും ഹാപ്പിനെസ് ലിസ്റ്റിന്റെ ഫസ്റ്റ് നിൽക്കുന്നത്. എന്ന് കരുതി അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അൾട്ടിമേറ്റ് ആയ ഒരു ഹാപ്പിനെസ് ലഭിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഉദാഹരണം പറയാം, 2015 വോഗ് മാഗസിൻ പുറത്തുവിട്ടൊരു കണക്കുണ്ട്. ആ കണക്കിൽ അവർ കൃത്യമായിട്ട് പറയുന്നത് എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ എന്താ പറയാ അവർ അയർലാൻഡിലാണ് നമ്മുടെ വിഷാദത്തിന് ഡിപ്രഷനുള്ള മരുന്ന് കഴിക്കുന്ന ഏറ്റവും കൂടുതൽ ആളുകളുള്ളത് അയർലാൻഡിലാണെന്ന് പറയുന്നത്. മാത്രമല്ല നോർവേ, ഈ പറഞ്ഞ പോലെ ഹാപ്പിനെസ് ഇൻഡെക്സ് ഏറ്റവും ഹൈ പൊസിഷനിലേക്ക് നിൽക്കുന്ന ഒരു കൺട്രിയാണ് നോർവേ.
നോർവേ, ഫിൻലാൻഡ് ഒക്കെ പറയുന്നത് വെച്ചാൽ അവിടുത്തെ മരണകാര്യം 32ാം സ്ഥാനത്ത് ആത്മഹത്യയാണെന്ന് പറയപ്പെടുന്നുണ്ട്. WHO പുറത്തുവിട്ട കണക്കിൽ 32ാം സ്ഥാനത്ത് മരണകാരണത്തിൽ ആത്മഹത്യ വരുന്നുണ്ട്. യുവാക്കളുടെ മരണ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നിരക്ക് അവിടെ മുന്നിട്ട് നിൽക്കുന്നതായി കാണാൻ പറ്റും. ഇപ്പൊ നോർവേയിലൊക്കെ ആണെങ്കിൽ 5 വർഷത്തിനിടെ 40% ആളുകളുടെ വർധനമാണ് ഈ ആന്റി ഡിപ്രസന്റ് മരുന്ന് കഴിക്കുന്ന ആളുകൾ കൂടുന്നുള്ളത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഹാപ്പിനെസ് ആയി മുന്നിൽ നിൽക്കുന്ന രാജ്യത്ത് ഇത്രയും ആത്മഹത്യ കൂടേണ്ട ഒരു ആവശ്യമില്ല, ഡിപ്രഷൻ കൂടേണ്ട ഒരു ആവശ്യമില്ല, ഇതൊന്നും ആവശ്യം വരുന്നില്ല. അത് തന്നെ മനസ്സിലാക്കി നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് ആണ് സത്യം എന്നുള്ളതാണ്. നമ്മുടെ ഹാപ്പിനെസ് നമ്മൾ മെറ്റീരിയൽ വസ്തുക്കളിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും നമുക്ക് അൾട്ടിമേറ്റ് ആയ ഹാപ്പിനെസ് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവരുടെ ഇൻഡെക്സിൽ എപ്പോഴും മുൻപന്തിയിൽ നിൽക്കുന്നത്. തീർച്ചയായും. അങ്ങനെയാണെങ്കിൽ ശരിക്കും ഹാപ്പിനെസ് എന്താണ്? അത് എവിടെ ഫൈൻഡ് ചെയ്യാൻ പറ്റുക? എങ്ങനെയാണ് നമ്മൾ ലൈഫിൽ ഹാപ്പിനെസ് കൊണ്ടുവരാൻ പറ്റുക? കാരണം ഇവിടെ കുറെ പേർക്ക് അറിയാം സന്തോഷമായി ജീവിക്കാൻ ഒരു പ്രയാസമുള്ള കാര്യം. അപ്പൊ ഓബിയസ്ലി എല്ലാവരും വിചാരിക്കുക കുറെ കടങ്ങളുണ്ട്, അത് തീർന്നു കഴിഞ്ഞാൽ ഹാപ്പിനെസ് ആവും, സന്തോഷമാണ്. കല്യാണം കഴിച്ചിട്ടില്ല, പെണ്ണ് കെട്ടി കല്യാണം കഴിച്ചാൽ ഞാൻ ഹാപ്പിനെസ്, സന്തോഷമാണ് അല്ലേ? ഓക്കെ, എനിക്ക് കാറില്ല, കാറ് വലിയ സന്തോഷമായി, വീട് വെച്ച് സന്തോഷമായി. ശരിക്കും എങ്ങനെയാണ് സന്തോഷം ഉണ്ടാവുക? അപ്പൊ അതൊരു മെറ്റലിസ്റ്റിക്കലായി മാറി, സാർ നേരത്തെ പറഞ്ഞതായി മാറിയില്ല. അപ്പൊ ശരിക്കും എന്താണ് ഹാപ്പിനെസ്? ഹാപ്പിനെസ് എന്താന്ന് പറയുക വലിയൊരു സബ്ജക്റ്റ് ആണിത്. നേരത്തെ ഹാപ്പിനെസ് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് വഴികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പറയുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് പറയേണ്ട ഒരു സ്റ്റഡിയാണ്. സ്റ്റഡി എന്ന് പറയുമ്പോൾ ഒരു ഗ്രാൻഡ് സ്റ്റഡി എന്നാണ് ഇതിന് പറയുക. ഏകദേശം 75 വർഷത്തോളം കാലഘട്ടം നടന്നൊരു പഠനം, $20 മില്യൺ ചെലവാക്കി നടന്ന ഒരു പഠനമാണ്. അപ്പോൾ ഈ പഠനത്തിൽ മെയിൻ ഹൈലൈറ്റ് എന്താ വെച്ചാൽ അവർ കണ്ടെത്തുന്നത് നമ്മുടെ ഏറ്റവും പ്രഗത്ഭരായ വ്യക്തികൾ, നമ്മൾ ഹവാർഡിലൊക്കെ പഠിച്ച ഏറ്റവും നല്ല സാമ്പത്തികമായിട്ട് ഉന്നതിയിൽ നിൽക്കുന്ന വ്യക്തികൾ, ആ വ്യക്തികളെ കേന്ദ്രീകരിച്ച് ഒരുപാട് വർഷക്കാലം 75ഓളം വർഷക്കാലം അവരെ കൂടെ നടന്ന് അവരുടെ ജീവിത രീതി എങ്ങനെയാണ്, അവരേത് രീതിയിലാണ്, ഇങ്ങനെ അവരുടെ അവരുടെ കരിയർ എങ്ങനെയാണ്, ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്, അവരിൽ പല ആളുകൾ ഇന്നും ആ പഠനം തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞത്. പല ആളുകൾ ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല, കാരണം ഇത്രയും വർഷങ്ങൾ പിന്നിട്ട് അത്ര $20 മില്യൺ ചെലവാക്കിയിട്ട് നടത്തുന്ന ഒരു വലിയ പഠനം. അപ്പൊ ആ പഠനത്തിൽ മെയിൻ ആയിട്ട് അവർ ഫൈൻഡ് ചെയ്യുന്നത് ഇതേപോലെ അവരുടെ എങ്ങനെയാണ് അവർക്ക് ഹാപ്പിനെസ് കിട്ടുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിലേക്ക് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ കുറച്ച് കൺക്ലൂഷനിലേക്ക് അവർ എത്തുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ആകെ തുകയായിട്ട് അതിന്റെ ഒരു ഈ പറഞ്ഞ ഹാപ്പിനെസ് ഈ ഒരു പഠനത്തിന് നേതൃത്വം കൊടുത്ത ജോർജ് വയലന്റ് അദ്ദേഹം പറയുന്നുണ്ട് ഹാപ്പിനെസ് ഇസ് ലവ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതായത് അത് മെയിൻ ആയിട്ട് അതിൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നല്ല റിലേഷൻ, ആകെ തുക നമ്മുടെ നല്ല റിലേഷൻഷിപ്പുകൾ, നല്ല ബന്ധങ്ങൾ. ആ ബന്ധങ്ങൾ നമുക്ക് ഇടയ്ക്ക് പിരിഞ്ഞു പോകുന്ന ബന്ധങ്ങളല്ല, മറിച്ച് ഒരുപാട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമുക്ക് കിട്ടുന്ന റിലേഷൻഷിപ്പുകൾ. ഈ റിലേഷൻഷിപ്പ് നമ്മുടെ ഹാപ്പിനെസ്സിന് ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ ആളുകളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ സാമ്പത്തികമായിട്ട് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകളാണ് ഹവാർഡ്, അതിൽ മുൻ അമേരിക്കൻ പ്രസിഡന്റുമാര് വരെ ആ പഠനത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. അത്രയും ആളുകൾ പഠിച്ചിട്ടും അവർ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ കരിയറോ അല്ലെങ്കിൽ പണമോ, ഈ പണമൊക്കെ വരുന്നുണ്ട് കേട്ടോ, പണം അതും ഈ പഠനത്തിന് പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പണം സമ്പാദിക്കുന്ന ആളുകൾ നല്ല റിലേഷൻഷിപ്പുള്ള ആളുകളാണ് എന്നാണ് പഠനത്തിൽ പറയുന്നത്. നമ്മൾ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ മാതാപിതാക്കളിൽ നിന്നൊക്കെ നല്ല കെയറിങ് കിട്ടി ആ രീതിയിൽ മുന്നോട്ട് പോയ ആളുകൾ കരിയറിലെത്തുമ്പോൾ നല്ല രീതിയിൽ ഉയർച്ച പ്രാപിക്കുന്നുണ്ടെന്നും നല്ല പണം സമ്പാദിക്കുന്നുണ്ടെന്നൊക്കെ ഈ ഒരു പഠനത്തിന്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അവർ അൾട്ടിമേറ്റ് ആയിട്ട് പറഞ്ഞു വെച്ചാൽ ഹാപ്പിനെസ് നമുക്ക് നല്ലൊരു റിലേഷൻഷിപ്പ്, നല്ലൊരു ബന്ധം. നല്ല റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ പൊതുവെ ആൾക്കാർ നമ്മുടെ നാട്ടിലെ യങ്സ്റ്റേഴ്സ് ആയിക്കോട്ടെ, പിന്നെ യൂത്ത് ആരായിക്കോട്ടെ, അവരൊക്കെ ചിന്തിക്കാൻ അറിയാം നല്ല ഫ്രണ്ട്ഷിപ്പ്, ഇത് നല്ലൊരു ഗേൾ ഫ്രണ്ട് അല്ല, ഇങ്ങനത്തെ ബന്ധങ്ങൾ കൂടുതൽ കണക്കാക്കുക. പക്ഷെ എന്ത് കണക്കാക്കുന്നില്ല, ഫാമിലിപരമായ ബന്ധങ്ങൾ അല്ലെ, നമ്മൾ റിലേറ്റീവ്, കസിൻസ്. സാധാരണ എല്ലാവരും പറയുന്നത് അവരുടെ എപ്പോഴും പിണക്കത്തിലാണ് അല്ലെ. നമ്മള് ജനിച്ചത് മുതൽ മരണം വരെ നമ്മളെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് നമ്മളെ കുടുംബക്കാര് അല്ലെ, ബന്ധുക്കൾ. പക്ഷെ അവർക്ക് എല്ലാവരും അൾട്ടിമേറ്റ് എന്താ എപ്പോഴും പ്രശ്നമായിരിക്കും. ഒരുവിധ ആൾക്കാരൊക്കെ ഉണ്ട് പിണക്കത്തിലായിരിക്കും അല്ലെ, ഇന്ന കല്യാണത്തിൽ വിളിച്ചു വന്നില്ല. അപ്പൊ പൊതുവെ ഞാൻ കാണാറില്ല അങ്ങനെ സിറ്റുവേഷൻ വരാറുണ്ട്. അപ്പൊ അവിടെ ഹാപ്പിനെസിന്റെ ഇൻഡെക്സ് കൂടെ കുറവായിരിക്കും സാറ് പറഞ്ഞ രീതി നോക്കുകയാണെങ്കിൽ. അപ്പൊ ശരിക്കും അവിടെ തുടങ്ങണ്ടേ ശരിക്കും ഹാപ്പിനെസ്? തീർച്ചയായിട്ടും ഈ റിലേഷൻ എന്ന് പറയുമ്പോൾ നമ്മളിതിൽ മെയിൻ ആയിട്ട് അവർ ആ പഠനത്തിൽ തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ അച്ഛനമ്മമാരുമായിട്ട് നമുക്കുള്ള ബന്ധങ്ങൾ, നമുക്ക് ചില കുട്ടികളെ കാണാം, അധികം ചില പാരന്റ്സ് ഇല്ലാത്ത കുട്ടികൾ, ഇവർക്കൊക്കെ അവർ നേരിടുന്ന, അവർ വളർന്നു വരുമ്പോൾ അവരുടെ ചുറ്റുപാടുകൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മെയിനായിട്ട് നമ്മൾ സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളാണ്, സോഷ്യലൈസേഷൻ പ്രക്രിയയിലൂടെ കടന്നു പോകുന്ന ആളുകളാണ്. ഒരു വ്യക്തിയെ ഏറ്റവും കൂടുതൽ സോഷ്യലൈസ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് അവന്റെ ഫാമിലി തന്നെയാണ്. അപ്പോൾ ഈ പഠനത്തിൽ പറയുന്നുണ്ട്, ഇപ്പോൾ നല്ല അമ്മയുമായിട്ട് നല്ല ബന്ധമുള്ള കുട്ടികൾ, അച്ഛനുമായിട്ടുള്ള കുട്ടികൾക്കൊക്കെ വാർദ്ധക്യത്തിലെത്തുമ്പോൾ അവർക്ക് നല്ല ഓർമ്മശക്തി കിട്ടുന്നു, അവർക്ക് ആങ്സൈറ്റി കുറയുന്നു, ഡിപ്രഷൻ കുറയുന്നു. അത് ഈ വാർദ്ധക്യത്തിലെത്തുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞു പഠനം ഏകദേശം ഫുള്ളായിട്ട് അവരെ നിരീക്ഷിച്ച പഠനമാണ്. അപ്പൊ ഈ ഒരു മാതാപിതാക്കളായിട്ട് നല്ല റിലേഷനിൽ പോകുന്ന ആളുകൾക്ക് വയസ്സാം കാലത്ത് അല്ലെങ്കിൽ അവരെ വാർദ്ധക്യത്തിലെത്തുമ്പോൾ അവർക്ക് ആങ്സൈറ്റി ഇല്ല, ഓർമ്മശക്തിക്ക് അതിന് ബാധിക്കുന്നില്ല, അങ്ങനത്തെ ഒരുപാട് നല്ല കാര്യങ്ങൾ. നേരെ പക്ഷെ നേരെ ഓപ്പോസിറ്റുള്ള ആളുകളുണ്ട്. ആ ഓപ്പോസിറ്റുള്ള ആളുകൾ എടുക്കുമ്പോൾ അത് നേരെ തിരിച്ചാണ് അവർക്ക് വരുന്നത്. അവർക്ക് ഈ പറഞ്ഞ പോലെ സാമ്പത്തിക വിജയം കൈവരിക്കാൻ പറ്റുന്നില്ല, ജീവിതത്തിൽ ഒരു വാർദ്ധക്യത്തിൽ എത്തുമ്പോൾ അവർക്ക് ഡിപ്രഷൻ വരുന്നുള്ളത്, ആൻസൈറ്റി വരുന്നുള്ളത്, ഒരുപാട് പ്രശ്നം വരുന്നതായിട്ടൊക്കെ ഈ പഠനങ്ങളുടെ ഫൈൻഡിങ്സ് ബന്ധങ്ങൾ കുറഞ്ഞ ആളുകൾ, കുറഞ്ഞ ആൾക്കാർ, അതെ, അവർ അറ്റാച്ച്മെന്റ് കുറഞ്ഞ ആൾക്കാർ.
അവർക്ക് ഈ പറഞ്ഞ പോലെ എന്തായിരുന്നു ലോങ് ടേം റിലേഷൻഷിപ്പ് നമുക്ക് എപ്പോഴും കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റണം. അത് നമുക്ക് നാളെ കുറച്ച് ക്യാഷ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു നല്ലൊരു കരിയറിൽ എത്ര നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് നല്ലൊരു ഏൺ ചെയ്യാൻ പറ്റണം. തീർച്ചയായും നമ്മൾ ഏൺ ചെയ്യുന്നത് എന്തിനാണ്? സുഖമായി ജീവിക്കാൻ, സുഖമായി ജീവിക്കാൻ. ആരുടെ കൂടെ സുഖമായി ജീവിക്കാനാണെന്ന് ചോദിച്ചാൽ കുടുംബത്തിന്റെ കൂടെ. അൾട്ടിമേറ്റ് അതൊരു റിലേഷൻഷിപ്പിലേക്കാണ് എത്തുന്നത്. നമുക്ക് എന്ത് നമ്മൾ നേടിയെടുക്കും അവസാനം നമ്മുടെ പാരന്റ്സിന്റെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ വൈഫിന്റെ കൂടെ ജീവിക്കാൻ പറ്റണം. അപ്പൊ ആ ഒരു ഹാപ്പിനെസ് ഉള്ളത് നമുക്ക് എന്താ പറയാ, റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ നമുക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ നല്ല ഹാപ്പി ആയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും എന്ന് പഠനങ്ങൾ നമുക്ക് കാണിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാല് നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന ഒരുപാട് വഴികളുണ്ട്. അതായത് നമ്മുടെ ജീവിതത്തിന്റെ രീതികൾ നമ്മൾ പലപ്പോഴായിട്ടും മാറ്റേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മൾ ഡെയിലി ചെയ്യുന്ന റൂട്ടീൻസുകളിലൊക്കെ ചില മാറ്റങ്ങൾ, ഇപ്പൊ സൈക്കോളജിയിൽ ചില തെറാപ്പികളൊക്കെ ഉണ്ട്, ഹാപ്പിനെസ് നമുക്ക് കൊണ്ടുവരാനുള്ള തെറാപ്പികൾ. അതെന്തൊക്കെയാണ്? അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രേക്ഷകർക്ക് അത് എന്ത് ചെയ്യാം, ഒരു ഉപകാരമായിരിക്കും. അവരുടെ ലൈഫ് സ്റ്റൈൽ അവർക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും അല്ലെ? അങ്ങനെ ഐഡന്റിഫൈ ചെയ്തിട്ട് എങ്ങനെയാണ് അതൊന്ന് പറഞ്ഞത്? എങ്ങനെയാണ്? പ്രധാനമായിട്ടും കുറച്ചധികം വഴികളുണ്ട് നമുക്ക് ഹാപ്പിനെസ്. ഒന്നാമത് പറയുന്നത് അദ്ദേഹം പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളതാണ്, ഒരു നന്ദി പ്രകടനം. അപ്പൊ നമ്മൾ അറിയാം നമുക്ക് എന്ത് കാര്യങ്ങൾ കിട്ടും. അപ്പൊ നമ്മൾ ഒരു കോട്ടുണ്ട്, കോട്ടിൽ പറയുന്നത് ഒരു ഷൂ ഇല്ലാത്തതിന്റെ പേരിൽ ഞാൻ ഒരുപാട് പരിഭവിച്ചിട്ടുണ്ടായിരുന്നു, കാലില്ലാത്ത ഒരാളെ കാണുന്നത് വരെ എന്നൊരു കോട്ടുണ്ട്. അഥവാ നമുക്ക് കിട്ടിയ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്, നമ്മൾ കാണാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ. നമ്മൾ എപ്പോഴും നോക്കുക നമ്മുടെ ഹയറുള്ള ആളുകളെ നമ്മൾ നോക്കാറുണ്ട്. നമ്മുടെ ഹാപ്പിനെസിന്റെ ഏറ്റവും വലിയ പ്രശ്നം അവിടെയാണ് സംഭവിക്കാറുള്ളത്. നമ്മുടെ മുകളിലുള്ള ആളുകൾ അവർക്ക് അത് ഉണ്ട്, നമുക്ക് ഇതില്ല, ആ ഒരു ചിന്ത പലപ്പോഴും വരാറുണ്ട്. അപ്പൊ നമുക്ക് കിട്ടിയ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ഇപ്പോ നമുക്ക് രാവിലെ ഭക്ഷണം കിട്ടിയിട്ടുണ്ട്, നമുക്കൊരു ബ്ലെസ്സിംഗ് ആണത്. അത് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ്, അതിനോട് നന്ദി പറയാം. അപ്പൊ ദൈവവിശ്വാസികളാണെങ്കിൽ ദൈവത്തോട് നന്ദി പറയാം. അതുപോലെ നമുക്ക് നല്ല മക്കളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് നല്ല ഭാര്യയുണ്ട്, നമുക്കൊരു വീടുണ്ട്. ഇതൊന്നും ഇല്ലാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുപാടുണ്ട്. അപ്പൊ നമ്മൾ നമ്മുടെ ഹയറിലേക്ക് നോക്കുന്നതിന് മുന്നേ നമ്മുടെ താഴയിലേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പരിധി വരെ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഹാപ്പിനെസ് നമുക്ക് ശരിക്കും അനുഭവിക്കാൻ പറ്റും. അപ്പൊ സൈക്കോളജിയിലെ തെറാപ്പി പറയാറുണ്ട്, ഇപ്പൊ നമ്മള് രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു 5 മിനിറ്റ് ഒരു എന്താ പറയുക നിശബ്ദമായ സ്ഥലത്ത്, റൂമിന്റെ ഉള്ളിൽ മറ്റു ശബ്ദങ്ങളൊന്നും ഇല്ലാതെ വെളിച്ചമൊന്നും ഇല്ലാതെ നമ്മൾ നിശബ്ദമായിട്ട് ഇരുന്നിട്ട് കണ്ണടച്ചുകൊണ്ട് ആ ദിവസം നമുക്ക് കിട്ടിയ ഹാപ്പിനെസ്സുകൾ അഥവാ നമുക്ക് ഞാൻ ഇപ്പൊ പറഞ്ഞ രീതിയിലുള്ള ഒരുപാട് നല്ല മൊമെന്റുകൾ ആ ഒരു ദിവസം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ടാവും. ഒന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് നമുക്ക് ഒരു ചോക്ലേറ്റ് വാങ്ങി തന്നായിരിക്കാം, ഒരു ഹാപ്പിനെസ് ആണ്. ഇങ്ങനെ ഒരുപാട് കാര്യം. ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഹൃദയം തൊട്ടിട്ട് കണ്ണടച്ചുകൊണ്ട് നന്ദി പറയുക, ഗ്രാറ്റിറ്റ്യൂഡ് ആണ്, എനിക്കിന്നത് കിട്ടി, താങ്ക്സ്. ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ ദൈവവിശ്വാസികളാണെങ്കിൽ പടച്ചവനെ സ്തുതിച്ചുകൊണ്ട് ആ ഒരു സമയം ഡെയിലി ഒരു ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പി തന്നെ പറയാം. ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ലൈഫിനെ ഒരുപാട് ബാധിക്കുന്ന നല്ല പോസിറ്റീവ് എനർജിയാണ്. കിടക്കാൻ നേരത്ത് നമ്മൾ നല്ല കാര്യങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. അതേ സ്ഥാനത്ത് നമ്മൾ ആ കിടക്കുന്ന സമയത്ത് അന്ന് സംഭവിച്ച പ്രയാസപ്പെട്ട കാര്യങ്ങൾ, നെഗറ്റീവ് തോട്ട്സ്, അവരൊരു ചീത്ത പറഞ്ഞു, എനിക്കത് കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ നെഗറ്റീവ് വൈബിലും ഉറങ്ങി പോകുന്നത്. അതേ സ്ഥാനത്ത് സാറ് പറഞ്ഞ പോലെ പോസിറ്റീവ് തിങ്സ്, ഇന്ന് എനിക്ക് ഇത്ര കിട്ടി, എനിക്ക് കിട്ടാത്ത എനിക്ക് പ്രതീക്ഷിക്കാത്ത ദിവസം എനിക്ക് ഒത്തു കിട്ടി അല്ലെ, ഇന്നത്തെ എനിക്ക് ജോബ് കിട്ടി അല്ലെ, ആ അന്ന് കിട്ടിയ എല്ലാ സന്തോഷങ്ങളും ആ രാത്രി സാർ പറഞ്ഞ ഒരു കുറച്ച് സമയം ഒന്ന് ആലോചിക്കാം എന്നാലും ഉദ്ദേശിച്ചത്. നമുക്ക് പറ്റുവാണെങ്കിൽ സൈക്കോളജിയിലൊക്കെ പറയാറുണ്ട്, ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യാൻ പറയാറുണ്ട്, ഒരു 10 പോയിന്റുകൾ എല്ലാ ദിവസവും രാത്രി കിടന്നുറങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഇന്ന് എനിക്ക് ലഭിച്ച ഹാപ്പിനെസ് മൊമെന്റുകൾ എന്ന് പറഞ്ഞ ഇതിൽ 10 പോയിന്റുകൾ എല്ലാ ദിവസവും എഴുതി വെക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമുക്കൊരു എന്താ പറയുക സ്ട്രെസ് റിലീഫും അതുപോലെ തന്നെ എന്താ പറയുക ഒരുപാട് ആങ്സൈറ്റി കുറയ്ക്കാനും ഒരുപാട് കാര്യങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. അത് ഞാനും കേട്ടിട്ടുണ്ട്. ഇങ്ങനെ പോയിന്റ്സ് എഴുതി വെച്ചാൽ ഇപ്പൊ ഞാൻ ഒരു 4 പോയിന്റ് എഴുതി, നാളെ ഞാൻ അത് 5 ആക്കാൻ നോക്കും, തീർച്ചയായിട്ടും. മറ്റന്നാൾ ഞാൻ 10 ആക്കാൻ നോക്കും, തീർച്ചയായിട്ടും. ശരിയല്ലേ? ഞാൻ അവിടെ വായിച്ചിട്ടുണ്ട് അത് 10 ആക്കും, 15 ആക്കും. പിന്നെ അവരത് ഫൈൻഡ് ചെയ്യാൻ തുടങ്ങും. എന്ത് ഇഷ്യൂസ് വരുന്ന സമയത്ത് അവിടെ മാറി നിൽക്കും, കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ അവിടെ എവിടെയെങ്കിലും ഹാപ്പിനെസ് അത് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ അത് നോക്കും. അല്ല, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഡെയിലി രാത്രി 10, 15, 20, 40 പോയിന്റ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി അവർ ലൈഫ് എന്തായി ഹാപ്പിനെസ് ആയി മാറും. പോസിറ്റീവ് ചിന്താഗതി നമുക്ക് വരുന്നുള്ളത്. നമ്മൾ ഡെയിലി നമ്മുടെ ഇല്ലായ്കളും വല്ലായ്കളും മാത്രമാണ് നമ്മുടെ ചിന്ത. നമ്മുടെ ഒരു മടുപ്പ് നമ്മുടെ ജീവിതത്തോട് തന്നെ നമുക്കൊരു മടുപ്പ് വന്നു. എന്തിനാണ് ഞാൻ ജീവിക്കുന്നത്, എനിക്കതില്ലല്ലോ, എനിക്കിത് കിട്ടുന്നില്ല, ഞാൻ എന്ത് ജീവിക്കുന്നു, ഈ ഒരു തോട്ടിലേക്ക് നമ്മൾ പോകും. ഈ തോട്ടിലില്ലാതെ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ്, നമ്മൾ കിട്ടുന്നതിനൊക്കെ നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിക്കുകയാണെങ്കിൽ ആ രീതിയിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ ചില ദുരന്തങ്ങളായിരിക്കും, പക്ഷെ നമ്മുടെ അടുത്ത വയനാട് ദുരന്തം വന്ന് നമ്മൾ ഒരുപാട് ആൾക്ക് വീട് നഷ്ടപ്പെട്ടു, പല നഷ്ടപ്പെട്ടു, വലിയൊരു ദുരന്തം വന്നു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും പല ദുരന്തങ്ങളും പല ദുരനുഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ട് പോസിറ്റീവായ ഒരു വശം കണ്ടിട്ട് അതൊരു നന്മയിലേക്കായിരിക്കുന്ന എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമ്മൾ അതിന്റെ ഒരു നെഗറ്റീവായി ആകെ ഡൗൺ ആയി ഒന്നും ഇല്ലാതാവുന്നതിന് പകരമായിട്ട് നമ്മളൊരു പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ഒന്നുകൂടി എടുക്കാൻ പറ്റും. ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മെന്റാലിറ്റിയിൽ പോവുകയാണെങ്കിൽ ഹാപ്പിനെസ് നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുമെന്ന് എല്ലാ പഠനങ്ങളും പറയുന്നുണ്ട്. പിന്നെ മറ്റൊരു വഴി എന്ന് പറയുമ്പോൾ നമ്മൾ എക്സസൈസ് ആണ്. ഡെയിലി എക്സസൈസ് ചെയ്യുന്ന ആളുകളും ഹെൽത്ത് പരമായ ഒരുപാട് ഗുണമുള്ള കാര്യങ്ങളാണ്. അതുപോലെ നമ്മുടെ ഹാപ്പിനെസ്സിനെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ടെന്നതാണ്. നമ്മൾ ഡെയിലി എന്താ പറയുക ഒരുപാട് ഭക്ഷണം കഴിച്ച് ആ ഒരു ടയേർഡായി കിടക്കുന്നതിന് പകരം നമ്മളൊരു ഡെയിലി റുട്ടീനിൽ ഒരു എക്സസൈസിന്റെ നല്ലൊരു പ്ലാൻ കൊണ്ടുവരാം. രാവിലെ ആണെങ്കിൽ 30 മിനിറ്റ്സ് അല്ലെങ്കിൽ 1 hour ഒക്കെ നമ്മൾ എക്സസൈസ് എന്നുള്ള രീതിയിൽ നമ്മൾ കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ ഹോർമോണിക്കലായിട്ട് ഒരുപാട് മാറ്റങ്ങൾ ചേഞ്ചസ് ഉണ്ടാക്കുന്നതും നമ്മുടെ ഹാപ്പിനെസ്സിനെ സ്വാധീനിക്കുമെന്നെല്ലാമുള്ള പഠനങ്ങൾ പറയാറുണ്ട്, നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരുപാട് വഴികൾ നമുക്ക് ഹാപ്പിനെസ്സുമായി ബന്ധപ്പെട്ടുണ്ട്.
പിന്നെ മെയിൻ ആയിട്ട് പറയാറുള്ളത് നമ്മൾ ഈ പ്രസന്റിൽ ജീവിക്കുക, പാസ്റ്റിനെ അതൊരു പാസ്റ്റ് ആയിട്ട് തന്നെ കാണുക എന്നുള്ളത് അതെ ഇതൊരു മെയിൻ വിഷയമാണ്. പലരും കഴിഞ്ഞു പോയ കാലങ്ങൾ അതിനെ കുറിച്ച് ആലോചിച്ച് ഡിപ്രഷൻ അടിക്കുന്ന കാര്യങ്ങൾ. തീർച്ചയായിട്ടും. ഇപ്പോ നമ്മൾ പറയുന്നത് ഇപ്പൊ എന്താ പറയാ, നമുക്ക് ഇപ്പൊ പ്രസന്റ് ആയി നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട് നമുക്ക് കഴിഞ്ഞു പോയ കാലം ഒരിക്കലും നമുക്ക് ഇനി തിരിച്ചു പിടിക്കാനോ അത് മാറ്റി മറിക്കാനൊന്നും പറ്റില്ല. അത് കഴിഞ്ഞു പോയി, പാസ്റ്റ് ഈസ് പാസ്റ്റ്. നല്ല പാഠങ്ങൾ പഠിച്ചു വെക്കുക, പാഠങ്ങൾ പഠിച്ചിട്ട് അത് ഇനി ഫ്യൂച്ചറിലേക്ക് എന്ത് ചെയ്യാം, അത് നമുക്കൊരു ഗുണകരമായ രീതിയിൽ മാറ്റാൻ വേണ്ടി ശ്രമിക്കാൻ. മെയിൻ ആയിട്ട് ഡിപ്രഷനും ഈ നമ്മുടെ ഹാപ്പിനെസ്സും തകർത്ത് കളയുന്ന ആ ഒരു ചിന്തയാണ്. ചെയ്തു പോയ ഒരുപാട് കാര്യങ്ങളുണ്ടാവും, പറ്റിപ്പോയ ഒരുപാട് തെറ്റുകളുണ്ടാവും. ഇതൊക്കെ ആലോചിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഒരുപാട് ടെൻഷനും വെറിയുമായിട്ട് ജീവിതം തള്ളി നീക്കുന്ന ഒരു അവസ്ഥ. അത് നമ്മൾ മാറ്റി വെച്ചിട്ട് ഇപ്പൊ പ്രസന്റ് എന്താണോ അതിനെ ആസ്വദിച്ച് വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് വെൽ പ്ലാൻഡ് ആയിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നത്. ഇങ്ങനെ ഒരുപാട് വഴികൾ ശരിക്കും ഹാപ്പിനെസ് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അൾട്ടിമേറ്റ്ലി സാർ പറഞ്ഞത് ഹാപ്പിനെസിന്റെ മെയിൻ ഇൻഡെക്സ് എന്ന് പറയുകയാണെങ്കിൽ കുടുംബാംഗങ്ങളാണ്, റിലേഷൻഷിപ്പ്. ഒന്നാമത് റിലേഷൻഷിപ്പ്, നല്ല റിലേഷൻ കീപ്പ് ചെയ്ത് വെക്കുക. രണ്ടാമതായിട്ട് നമ്മളൊരു വ്യായാമം സ്റ്റാർട്ട് ചെയ്യാം. മൂന്നാമത് നോട്ട്സ് എഴുതി വെക്കുക, അന്ന് ചെയ്ത ഹാപ്പിനെസ് കാര്യങ്ങളൊക്കെ എന്ത് നൈറ്റ് ആവുന്ന സമയത്ത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അല്ല അങ്ങനെ നമ്മൾ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു 100 മാറും, ഹാപ്പിനെസ് 100 മാറും നെക്സ്റ്റ് ഡേ. അല്ലേ? ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു 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 എന്താ പറയുക, ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഫാമിലി ആയിക്കോട്ടെ ഹാപ്പിനെസ് ആയി കിട്ടണമെങ്കിൽ ഇങ്ങനെ കാര്യം ശ്രദ്ധിക്കുക. പിന്നെ കുറച്ച് ഹോർമോൺസുകളൊക്കെ ഉണ്ട്, നമുക്ക് ഈ അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും. നമുക്ക് ഓക്സിറ്റോസിൻ പോലെ സെറോട്ടോണിൻ പോലെ കുറച്ച് ഹോർമോൺസുകൾ ഉണ്ട്. നമുക്ക് എന്താ പറയുക, ഡോപ്പമിൻ, ഇതൊക്കെ നമ്മുടെ ഹാപ്പിനെസ് സ്വാധീനിക്കുന്ന ഹോർമോൺസുകളാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് എങ്ങനെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്താലാണ് ഈ ഹോർമോൺ ബൂസ്റ്റ് ചെയ്യുക, ഹാപ്പിനെസ് കൂടുതൽ ലഭിക്കാൻ പറ്റും, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വരും എപ്പിസോഡുകൾ നെക്സ്റ്റ് എപ്പിസോഡ് നമുക്ക് അതിനെ കുറിച്ച് തീർച്ചയായും. ഓക്കെ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ. നിങ്ങൾ സംശയങ്ങളും നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയി അറിയിക്കുക. ഇതിൽ നമ്മൾ ഫസ്റ്റ് പാർട്ടാണ്, ഫസ്റ്റ് വീഡിയോ ആണ്, ഫസ്റ്റ് എപ്പിസോഡാണ്. ഓക്കെ. 2-3 എപ്പിസോഡ് ഇതിൽ ബന്ധപ്പെട്ട് ഇനിയും ഉണ്ടാവും ഫ്യൂച്ചറിൽ. അപ്പോൾ ഇതിന് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. നിങ്ങൾ നല്ല അഡ്വൈസ് ഞങ്ങൾ കമന്റിലൂടെ അറിയിക്കാം. ഓക്കെ. താങ്ക് യു.